നമ്മുടെ ഏഷ്യാനെറ്റ് ടീം നമ്മളെടുത്ത് വരുന്നത് അവര് കണ്ണാടി എന്നാണ് എന്നുകൊണ്ടൊന്ന് വെയിറ്റ് ഇട്ടറാ സംസാരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു സോറി, ഞാനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി കല്യാണം കഴിച്ചതല്ല, നമ്മെ കാണാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് കണ്ണാടി. അതുകൊണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചതിൽ അതിലൊരു നിഗൂഢ സത്യമുണ്ട്, അത് ഈ ലോകത്ത് അറിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞു. ആ ഒരു ക്ലിപ്പിൽ ഇവള് പറയുന്നുണ്ട്, ഞങ്ങൾ തുഞ്ചൻപറമ്പിലേ പോയിട്ടുള്ളൂ, ഗുരുവായൂരിൽ പോയിട്ടില്ല, പണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും അവളെ കൊണ്ട് ഇത് പറയിപ്പിച്ചെന്നും ഒക്കെ എല്ലാ വിശദ വിവരങ്ങളും ഈ കണ്ണാടിയിൽ പറയുന്നുണ്ട്. ഞാനിവിടെ സഹായിക്കാനാണ് ശ്രമിച്ചത്, സ്വന്തം അച്ഛൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം പോലും ഉറങ്ങാതെ ആ കുട്ടി കാത്തിരുന്ന അനുഭവിച്ച വേദനകൾ ആ കുട്ടി പറയും. പിന്നെ അവിടുന്ന് ഭീഷണിയായിരുന്നു, തട്ടുമെന്ന് പറഞ്ഞ ഭീഷണിയായിരുന്നു. അയാൾ പ്രതീക്ഷിച്ചതൊന്നും അയാൾക്ക് കിട്ടിയില്ല. അയാള് ആദ്യം പ്രതീക്ഷിച്ചത് സ്വന്തം മകളെ കിട്ടുമെന്നായിരുന്നു. മാവേലിക്ക് പോയാൽ മാവേലിക്കാരൻ, റേഷൻ കടയ്ക്ക് പോയാൽ റേഷൻ കടക്കാരൻ, ബസ് കയറിയ ബസ് കണ്ടക്ടർ എന്ന് തുടങ്ങുന്ന ഇനി ആരൊക്കെ വേണം, എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് പഴിയാം. ഇവൾക്ക് എന്നെന്ത് പറഞ്ഞോട്ടെ, എനിക്കത് തൻ്റെ ഇടം തിരിച്ചു പറയാനുള്ള തൻ്റെ ഇടമുണ്ട്, ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. ഒരു പെൺകുട്ടിക്ക് എന്താണ് ഒരു കാര്യമോ രണ്ട് കാര്യമോ ഒരാളോ രണ്ടാളോ ഒന്നല്ല നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളത്. സമൂഹം മുഴുവൻ ഏതൊക്കെ തരത്തില് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, നിയമാണെന്ന് പറഞ്ഞു, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കിട്ടിയില്ല, ഒരു അംഗീകാരങ്ങൾ കിട്ടില്ല. എനിക്ക് വേണ്ട, എനിക്കതിൽ പരാതിയില്ല, എന്നെക്കാൾ അർഹതപ്പെട്ട ആളുകളെ കൊടുക്കണം. അത് തന്നെയാണ് എൻ്റെ ആവശ്യം. എൻ്റെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് ഒരു മിഠായി, ഒരു രൂപയുടെ മിഠായി മേടിച്ചു കൊടുക്കുമ്പോൾ എനിക്കിഷ്ടമല്ല, അത് ബാധ്യതയായിട്ട് തോന്നും. എനിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇനി എന്തൊക്കെ ഉണ്ടായിന്നറിയോ, സ്കൂളിൽ കുട്ടി ഉണ്ടായി, കുട്ടിക്ക് 4 വയസ്സായപ്പോൾ അംഗനവാടി കൊണ്ടേ ചേർത്തു. അംഗനവാടി കൊണ്ടേ ചേർത്തിട്ട് അവിടെ ഇവളെ കുട്ടിയെ കൊണ്ടാക്കാൻ പോയ സമയത്ത് അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിലേക്ക് പോകാനുണ്ടോ? ഇല്ല, എനിക്ക് വീടില്ല. അവൻ്റെ വീട്ടിലേക്ക് ഇല്ല. അവൻ പോവോ? ആ പോവും. ആരൊക്കെ ചോദിക്കുന്നത്? അവിടുത്തെ അംഗനവാടി ടീച്ചർ, ഹെൽപ്പർ, പിന്നെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറെ ആളുകൾ, നിയമത്തിന്റെ ആളുകൾ നടക്കുന്നുണ്ടല്ലോ, അവര് കുറെ ആളുകൾ, ഇവരെല്ലാവരും കൂടി ആണുങ്ങൾ പറയുന്ന പോലെയല്ല, സ്ത്രീകൾ എന്ത് പറയാ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദിന്റെ അവിടെ എത്തിയിട്ട് ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇവരെന്ത് ക്രിയേറ്റ് ചെയ്തു എന്നറിയോ, ഈ പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഒരു ക്വാർട്ടേഴ്സിലിട്ട് പീഡിപ്പിക്കുകയാണെന്ന്. എന്നിട്ട് സ്ത്രീ വിമോചന സമിതി രൂപീകരിച്ചിട്ട് ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്, ഇവളുടെ ഭർത്താവ് മാത്രമല്ല ഞാൻ, അച്ഛനാണ് ഞാൻ, അവളുടെ അമ്മാവനാണ് ഞാൻ, സുഹൃത്താണ്. അതുകൊണ്ട് അവളോട് ആരെന്ത് പറഞ്ഞാലും പറഞ്ഞ അതേ ടോണിൽ എൻ്റെ അടുത്തൊന്ന് പറയും. രാത്രി 1 മണിക്കൂർ 1/2 മണിക്കൂർ ഞങ്ങൾ കഴിഞ്ഞ കഥകളെ പറ്റിയിട്ട് പറയും. ഇന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തോഷിച്ച് ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് അവളോട് പറയുന്നതിനേക്കാൾ മുമ്പേ ഞാൻ അവളെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കും. അത് എന്ത് കാര്യം ആയിക്കോട്ടെ. അതേപോലെ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും പറയും. അപ്പോൾ നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തിൽ എവിടെ നിന്നുള്ളൊരു സഹായമോ കാര്യങ്ങളും ഇല്ല. എൻ്റെ കുടുംബത്തിനില്ല, അവളെ കുടുംബത്തിനില്ല, സമൂഹത്തിനില്ല, ഒക്കെ അവഗണന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിന് വാടക കൊടുക്കണം, ഈ കുടുംബം നോക്കണം, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നടക്കുന്ന ഇതിൽ ഈ സ്ത്രീകളൊക്കെ അവളോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പറയാൻ പോകാൻ എനിക്ക് പറ്റുമോ? അപ്പോൾ കുറേയൊക്കെ ഞാൻ അതങ്ങോട്ട് വിട്ടു. പിന്നെ ഒരു ദിവസം അവളോട് കർശനമായിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ ചേച്ചിയുടെ നമ്പറൊന്നും മേടിച്ചോന്ന് പറഞ്ഞു. നമ്പർ മേടിച്ചിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു, എന്താ നിങ്ങൾ പ്രശ്നം? നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കുടുംബത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. വഴക്കായി. ആ സ്ത്രീ വളരെ മോശമായിട്ട് എന്നോട് ഇങ്ങോട്ട് പെരുമാറി. ഞാൻ നേരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എന്തായി, അവരുടെ കൂടെ നേതാക്കന്മാരൊക്കെ വന്നു. അപ്പോൾ പോലീസിലും നല്ല ആളുകളുണ്ട്. തിരൂർ സ്റ്റേഷനിൽ മോഹനചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആദ്യം CI ആയിരുന്നു, പിന്നീട് DYSP ആയി, തിരൂരിൽ തന്നെ വന്നു. അത് സാറ് ആയിട്ട് സംസാരിച്ച് സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, എനിക്കൊരു കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, നിങ്ങൾ അവരൊന്ന് വിളിച്ചിട്ടൊന്ന് ഉപദേശിച്ച് വിട്ടാൽ മതിയായിരുന്നു. ആ സ്ത്രീനെ വിളിച്ചു. അവർ കുറേ നേതാക്കന്മാർ ഒക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിച്ചിട്ട്
ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹത്തിന് ഒരു തൃപ്തി കിട്ടിയില്ല ഇവരുടെ മറുപടിയിൽ നിന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? ഈ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുമായിട്ട് അത്രയും ബന്ധപ്പെട്ട ഒരാളായിരിക്കണം ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിയിട്ട് അത്ര ഒരു ധാരണ ഉള്ള ആളുകളല്ല. ഇപ്പൊ ഈ സമിതി രൂപീകരിച്ച ആളുകളൊന്നും ഞങ്ങളോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ഒരു വ്യക്തമായ ഒരു റിപ്പോർട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. ആ വ്യക്തികളെയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ പോയിട്ട് പറഞ്ഞു, മോനേന്ദ്ര സാറിന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടാത്തതിന്റെ പേരിൽ പോക്കോളം പറഞ്ഞു, കേസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിക്കേണ്ട പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് പോലീസ് അങ്ങോട്ട് വന്നിട്ട് അന്വേഷണം നടത്തുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിക്കോളും, നീ പോയിക്കോ. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അതിന്റെ നീ ചെയ്തോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടുന്ന് ഡിവൈഎസ്പിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ലോക്കൽ സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് താഴേന്ന് വരാൻ പാടുള്ളൂ. ലോക്കൽ സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് ഒരു അഡീഷണൽ SI അയ്യപ്പൻ സാറിൻ്റെ അണ്ടറിൽ ഒരു ചർച്ചയ്ക്ക് വന്നു. ഇവർ കുറേ നേതാക്കന്മാരും എല്ലാവരും കൂടെ വന്ന് ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്ന് അദ്ദേഹം ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ഉദ്ദേശം ഉദ്ദേശിച്ചിട്ടില്ല, എന്നാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ടെന്നുള്ള രീതിയിലേക്ക് ഇവർ പറഞ്ഞിട്ടില്ല എന്ന് സമർത്ഥിച്ചു. ഒരു കാര്യം പറയാത്ത ഒരാളുടെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ നമുക്ക് ഇവിടെ വേസ്റ്റ് സമയമൊന്നുമില്ല. ഒരു സെക്കൻഡ് സമയം ഉണ്ടെങ്കിൽ അത് വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ അവിടെ നിന്ന് എണീറ്റ് സീനായി. അയാൾ പറഞ്ഞു, നീ CBI പരാതി കൊടുക്കും, ഞാൻ എനിക്ക് സൗകര്യമുള്ളടത്ത് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പരാതി തന്നിരുന്നു. ഞാൻ മോനേന്ദ്ര സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണം, ഞാൻ അവരെ നിങ്ങളൊന്ന് വിളിച്ചിട്ട് ഒന്ന് ഉപദേശിച്ചില്ല, ആ സ്ത്രീയോട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടൊന്ന് ഒഴിവാക്കിയാൽ മതി, പറഞ്ഞില്ലേന്നൊന്നും എനിക്ക് പ്രശ്നമില്ല, എന്ത് പറ്റി ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നേ. അദ്ദേഹം നേരെ അത് CIക്കാണ് കൊടുത്തു. ഈ കേസ് ക്ലോസ് ചെയ്ത് നേരെ CIക്കാണ്. CI പുതിയ ചാർജ് എടുത്തൊരു സാറുണ്ടായിരുന്നു, അയാൾക്ക് കൊടുത്തു. അയാൾ വന്ന് വിളിപ്പിച്ചു, എല്ലാവരും വിളിപ്പിച്ചു. അപ്പോൾ എല്ലാ കഥകളും. അപ്പോൾ 2-3 ദിവസം പോലീസൊക്കെ ഓരോ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഒരു കുടുംബം നശിപ്പിക്കാൻ പോയിട്ടല്ലേ, പുണ്യം ചെയ്യാൻ പോയതൊന്നല്ലല്ലോ, അത് തീർത്തിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ആരോട്? ഈ പെണ്ണുങ്ങളോടൊക്കെ. അപ്പൊ അവരൊക്കെ ജീവിതം വഴിമുട്ടിയിട്ട് ഇനി മരണമല്ലാതെ മാർഗമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഒക്കെ വന്നത്, സ്റ്റേഷനിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് പ്രശ്നത്തിനൊന്നും വന്നതല്ല. ആരാണ് പറഞ്ഞത്, എന്താണ് ചെയ്യുക, ഞാൻ നിങ്ങളടുത്ത് ഈ ആരും വരുന്നില്ല. എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണ്. അതിൽ വേറൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ അത് സമ്മതിക്കില്ല. എൻ്റെ ഭാര്യ എൻ്റെ മാത്രം സ്വത്താണ്. അത് വേറൊരാളുടെ മുന്നിലേക്ക് നിങ്ങളാരാ ഇവിടുത്തെ, നിങ്ങൾക്ക് എന്താ അതിന് ആരാ അധികാരം തന്നത്? ഈ സ്ത്രീ വിമോചന സമിതിയൊക്കെ രൂപീകരിച്ചിട്ട് ചെയ്യാൻ നിങ്ങളാരാ? വനിതാ കമ്മീഷൻ്റെ ആളുകളോ? ഞാൻ വനിതാ കമ്മീഷന് ടൈപ്പ് ചെയ്ത പരാതിയാണ് കൊടുത്തു. ഇത് ഇവിടെ കൊണ്ട് തീർന്നില്ല, ഞാൻ വനിതാ കമ്മീഷന് പോവാണ് എന്ന് പറഞ്ഞു. അതിൽ ഇവരെല്ലാവരും സാഷ്ടാംഗം വീണു. തീർന്നു, ആ കേസ് അവിടെ കൊണ്ട് തീർന്നു. എല്ലാവരും വിളിച്ചു വരുത്തി. സംശയം സന്തോഷേ, ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ ഈ കുട്ടി അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ട് വിടുക, അപ്പൊ അവര് കുശലം ചോദിക്കുക, അതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൗതുകം ഇല്ലെങ്കിൽ അവർക്കൊരു മോശമായ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. അത് ജിഷയോട് ചോദിക്കുമ്പോ ജിഷയ്ക്ക് ഇപ്പൊ ഇത്ര പ്രായമായി, 2 കുട്ടികളുടെ അമ്മയായി, സമൂഹത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. അല്ലാതെ ഉടനെ വന്ന് ഭർത്താവിനോട്, ഇത് ഒരു ഭാര്യ ആണെങ്കിലും എന്താണെങ്കിലും ഡീൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പെൺകുട്ടി തന്നെ ഡീൽ ചെയ്യണം. അവൾ ഡീൽ ചെയ്യുന്നുണ്ട്, നല്ല അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവരിത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഇവളുടെ സമ്മതത്തോടു കൂടി അല്ലാതെ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം ഇവളെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞയക്കുന്നില്ല, എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്കും പറഞ്ഞയക്കുന്നില്ല. ഞാൻ പോകുമ്പോ എന്റെ കൂടെ കൊണ്ടുപോകും. അല്ലെ സന്തോഷേ, ആ കുട്ടിയുടെ മറുപടിയിൽ നിന്നാണ് അവര് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അല്ലാതെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് എന്റെ ഭർത്താവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വളരെ സബ്മിസീവായിട്ട് നിന്ന് കേട്ട് തലയും മാറ്റി വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ സമിതി രൂപീകരിക്കും. ഈ കുട്ടിയോട് മറുപടി ചോദിക്കുമ്പോ ധൈര്യമായിട്ടും തന്റെ ഇടമായിട്ടും അതിന് മറുപടി പറയാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്. സമൂഹത്തിൽ ജീവിക്കണ്ടേ? അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾക്ക് വീട്ടിൽ വിടുന്നില്ല, എന്റെ വീട്ടിൽ വിടുന്നില്ല, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എന്താണ് എന്നൊരു കാര്യം ജിഷ ചോദിച്ചിരുന്നെങ്കിൽ അവര് സമിതി കൂടുന്ന എങ്ങനെ? പിന്നെ ചോദിച്ചിട്ടുണ്ട്. അവര് പിന്നെ എന്തും പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക്? അതായത് ഇവര് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കൂടെ കളക്ട് ചെയ്തിട്ട് പുറകിൽ ആളുണ്ട്, അവരെ കൊണ്ട് അത് പ്രോംപ്റ്റ് ചെയ്ത് ചെയ്യിച്ചു എന്നുള്ളതാണ്. നാട്ടുകാരുള്ള കുറച്ച് ആളുകള്, എല്ലാത്തിനും നമ്മൾ അങ്ങനെ പോകരുത് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോകാൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും സമയമില്ല. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ എനിക്ക് സമയമില്ല. എന്റെ മനസ്സിൽ വേറെ കുറെ ഡ്രീംസ് ആണ്. എന്റെ ജീവിതം പണയപ്പെടുത്തിയിട്ടാണ് ഈ കേസ്
ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അതിനുശേഷം ഇനി എനിക്കൊരു വലിയ ധർമ്മമുണ്ട് ഇല്ലേ, ജീവിതകാലം മുഴുവൻ അവളുടെ പിന്നെ പാരമ്പര്യം പോലെ ക്വാർട്ടേഴ്സിൽ ഇത് മാത്രം ജീവിക്കുക, അതാണോ നമ്മളൊക്കെ ലക്ഷ്യം? അല്ല അല്ല. അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടുന്ന, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ വലിയ മുതലാളിയുടെ മോനോ ഒന്നല്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു രൂപയുടെ മുതൽ പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോ സ്വന്തമായിട്ട് കിട്ടുന്ന ഓരോ ദിവസം കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നും നമ്മള് ജീവിച്ച് ക്വാർട്ടേഴ്സിന് വാടക കൊടുത്ത് മറ്റുള്ള എല്ലാ ആശുപത്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് 1 രൂപയെങ്കിൽ 1 രൂപ നമുക്ക് മാറ്റിവെക്കേണ്ടാവുള്ളൂ. ആ 1 രൂപ മാറ്റി വെക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പോയാൽ കഴിയില്ല എന്നുള്ള വ്യക്തമായ അറിവും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഡീൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിപ്പോ പറഞ്ഞത് വളരെ അത്രയും നെറുകിലേക്ക് എത്തിയതിന്റെ പേരിൽ മാത്രമാണ് ഈ ഒരു കേസിന് പോയത്. അവളുടെ അടുത്ത് അപാകത ഉണ്ടോ എന്നുള്ളത് അവൾക്കേ അറിയുള്ളൂ. ഒരു അംഗൻവാടിയിൽ ഞാൻ എന്റെ മോളെ കൊണ്ട് വിടുമ്പോഴും അംഗൻവാടി ടീച്ചർ ചോദിക്കും ഭർത്താവിന്റെ വീട്ടിലുണ്ടോ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെ ചോദിച്ചാൽ ഉടനെ അതൊരു ഇഷ്യൂ അല്ല. നമ്മൾ കടന്നു വന്ന വഴികളിൽ ഒരു ശാക്തീകരണം നടക്കണമായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണം. ജിഷ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല. നമ്മൾ ഒരുപാട് തീവ്രമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു മനസാന്നിധ്യമാണ്, അല്ലാതെ ഒരു അടിയറവ് പറയുന്ന ലെവലിലേക്ക് പോകരുത്. ഭർത്താവിനെ എത്ര സ്നേഹിച്ചാലും ഭാര്യയ്ക്ക് ഡീൽ ചെയ്യേണ്ട, ഭാര്യ ഒളിച്ചു വെക്കേണ്ട, ഭാര്യ മാത്രം കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അവരെന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. ഒന്നാമത് ഏട്ടന് ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഏട്ടന് സഹിക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഇത് കേൾക്കാതെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ അപ്പോൾ കൊടുത്തിരിക്കുന്നു അവർക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏട്ടനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നു. പിന്നെ അവർ വേറെ ആരൊക്കെ പറഞ്ഞ അറിവ് വെച്ചിട്ട് അവർ ഒന്നും കൂടെ മൂർച്ച കൂട്ടിയതാണ് ആ സംഭവത്തിന്. ഇവരോട് ചോദിച്ചു, ഇവൻ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ? ഇല്ല. ഇവർക്ക് നിങ്ങളോടുണ്ടോ? ഇല്ല. പിന്നെന്താടോ നിന്റെ പേരിൽ ഇങ്ങനെ ഒരു പരാതി വന്നത് എന്നാ ചോദിച്ചത്. അത് പോലീസിന് എന്തായില്ല, അതൊന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ തന്നെ, ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിക്ക് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു ചെറിയ കാര്യം വന്നു. കൊച്ചു കിടന്ന് കളിക്കുന്ന സമയത്ത് ബെഡിന്റെ അപ്പുറത്തായിരുന്നു TV വെച്ചിരുന്നത്. ടിവിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണിന്റെ ഒരു കോങ്കണ്ണ് വന്നിട്ടുണ്ട്. പ്രസവിച്ച സമയത്തില്ല, 6 മാസം വരെ കുഞ്ഞിന്റെ കണ്ണിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് ശേഷമാണ് അത് കാണാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ തന്നെ 3 വയസ്സായപ്പോ തന്നെ അരവിന്ദയിൽ കൊണ്ടുപോയി അതിനുവേണ്ട ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകുന്നത്, അംഗനവാടിയിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. അവിടെ നിന്ന് ഇവളെടുത്ത് പറഞ്ഞു, നിങ്ങൾ അരവിന്ദയിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതേ ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാം. കുട്ടിയെ ഇവിടെ ടെസ്റ്റിന് വരുന്നുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതിനൊരു കാർഡ് ഉണ്ടാക്കാം. ആ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒന്ന് പറഞ്ഞു. അത് ഉള്ളവിടെ ഒന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, നമ്മളെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നമുക്കൊരാളുടെ ഔദാര്യം വേണ്ട, നമ്മളെ കുട്ടിയെ നോക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു സഹായ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അവന് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പെൻഷൻ മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല എന്ന് പറഞ്ഞ് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. ഇവർ ചെയ്ത് കേൾക്കണോ? ഈ അംഗനവാടിയിലെ ടീച്ചർ അവിടെ ടെസ്റ്റ് നടത്തിയിട്ട് എൻ്റെ കുട്ടി 40% വികലാംഗനാണെന്നുള്ള കാർഡ് ഉണ്ടാക്കി. കാർഡ് ഇവിടെ ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവളെ സമ്മതമില്ല, രക്ഷിതാവായ എൻ്റെ സമ്മതം വേണം. ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുവാദം വേണം. എന്റെ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ കാർഡ് കിട്ടിയത് പഞ്ചായത്ത് അംഗനവാടി അല്ല, അംഗീകരിച്ചുള്ള കാർഡ് താലൂക്ക് ഓഫീസിൽ കൊടുക്കുന്നു. വികലാംഗ സർട്ടിഫിക്കറ്റ് അതാണ് ഉദ്ദേശിച്ചത്. ഹാൻഡിക്യാപ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഉള്ളത്. അത് 6 ഡോക്ടേഴ്സ് ഉള്ള ഒരു പാനലാണ് ചെയ്യുന്നത്, മെഡിക്കൽ ബോർഡ്. അല്ലാതെ മറ്റൊരു ഒരു വാലിഡിറ്റി ഇല്ല, ഒരു വാലിഡിറ്റി ഇല്ല. ആർക്കും കൊടുക്കാമല്ലോ, ഏത് ഡോക്ടർക്കും ഇഷ്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അറിവോട് കൂടിയിട്ടല്ല ഇത് ചെയ്തത്. ഇത് ആരാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ നേരിട്ട് കൊടുക്കണോ, കേരള സർക്കാർ നേരിട്ട് കൊടുക്കണോ, അതൊക്കെ കൂടെ ഒന്നിച്ചു കൊടുക്കണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പാനലാണോ ചെയ്യുന്നത്, വേറെ ആര്. ഞാൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞില്ലേ, എന്റെ കുട്ടിയുടെ കാര്യം തീരുമാനിക്കാൻ എന്നോട് ചോദിക്കാതെ ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. സന്തോഷേ, ഒരു മിനിറ്റ്. ഒരു അംഗൻവാടി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണല്ലോ.
അവിടുത്തെ ഒരു ടീച്ചറിന് ഹെൽത്ത് കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും അതിന്റെ കൂട്ടത്തില് ഇത്രയും പണം മുടക്കമുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു പോകുന്നതിന് രൂപ പോലും മുടക്കില്ലാത്ത അരവിന്ദ് ഹോസ്പിറ്റലിൽ ഒരു രൂപ പോലും മുടക്കില്ല. ശരി, നിങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം ഇവിടെ ഒരു ബോർഡ് വരുമ്പോ എല്ലാം ടെസ്റ്റ് ചെയ്യും. ഇത് എല്ലാ ഗവൺമെന്റിന്റെ അംഗൻവാടികളിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് അവര് ചെയ്തോട്ടെ എന്ന് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു സന്തോഷ് കുറച്ച് വൈകാരികമായ രീതിയിൽ കാര്യങ്ങൾ കാണരുത്. ഒരു അംഗൻവാടി ടീച്ചർ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു റുട്ടീൻ വർക്കാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ ബോർഡ് ഉണ്ട്. ഞാനത് മനസ്സിലാക്കണേ. വർഷങ്ങൾക്ക് ശേഷം ഈ കാർഡൊക്കെ ഉണ്ടാക്കി, കാർഡൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ ഇവളെ അടുത്ത് കൊടുത്തു, അത് കൊണ്ടുവന്ന് ഞാൻ അവളെ വഴക്കും പറഞ്ഞു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കോള് വന്നിട്ട് ഞങ്ങളെ തിരക്കി ഒരു ടീം വന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു. 4ാമത്തെ പ്രാവശ്യം കോള് വന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു ഓട്ടോ ഡ്രൈവറെ കയ്യും പിടിച്ചിട്ട് 2 ബ്ലൈൻഡ് കണ്ണ് കാണാത്ത 2 അധ്യാപകർ നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് വരിക. അവരിന്ന് സംസാരിക്കണു, എൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് തലോടി നോക്കണു. എന്തു സ്നേഹമുള്ള ആളുകൾ. അവരോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ചായ ഒക്കെ കൊടുത്തു ഇരുന്നു. അവർ പറഞ്ഞു, പിന്നെ നിങ്ങളെ കുട്ടിയെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും പഠിപ്പിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ രക്ഷിതാക്കൾ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കാലിക്കറ്റ് ബ്ലൈൻഡ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് അന്വേഷിക്കണം, കാണണം, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരി, ഞങ്ങൾ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് ഇത് എവിടുന്നാ ഈ ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് ചോദിച്ചു. നെറ്റിൽ നിന്ന് കിട്ടിയതാ. ഞാൻ പറയാണ്, നെറ്റിൽ വരുന്നത് ഒരു പാതകമൊന്നുമല്ല. നെറ്റിൽ ഇടണമല്ലോ. 40% ഡിസബിലിറ്റി ഒരു മെഡിക്കൽ ബോർഡ് ഐഡന്റിഫൈ ചെയ്ത ഒരു കുട്ടിയെ നെറ്റിൽ കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബ്ലൈൻഡിന്റെ ഫെഡറേഷൻ അവിടെ നിങ്ങൾ അന്വേഷിച്ച് വന്നത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ അവര് വന്നത് ഒരു വലിയ മഹാപാതകമായിട്ട് കരുതരുത്. ഞങ്ങൾ അതല്ല പറഞ്ഞത്. നമ്മൾ പറയുന്നത് മുഴുവൻ കഴിഞ്ഞില്ല. നമ്മളിതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ആ ടീച്ചറെ അടുത്ത് ഞാൻ പോയിട്ട് സംസാരിച്ചു. ടീച്ചർ ഇപ്പൊ ഈ മാഡം പറഞ്ഞ മാതിരി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നിയമമാണ്, ഞങ്ങൾ അംഗനവാടിയുടെ അണ്ടറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിന്നെ പഞ്ചായത്തിനും വാർഡിനും അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ശരി, അംഗീകരിച്ചു. ഇതൊക്കെ രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ഒന്ന് അത് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നിയമമാണ് എന്ന് ഞങ്ങൾക്ക് അത് ചെയ്തേ പറ്റൂ എന്ന് ആരോട് പറയണം? രക്ഷിതാക്കളോട് പറയണം. 2, ഇനി അങ്ങനെ ആണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യം ഉണ്ടല്ലോ, അതും കൂടെ മേടിച്ചു കൊടുക്കാൻ ആര് തയ്യാറാവണം? ഇവര് തയ്യാറാവണം. ആനുകൂല്യം 10-9 വയസ്സായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഹെൽത്ത് കാർഡ് നിങ്ങളുടെ വീട്ടിൽ തന്നു വിട്ടപ്പോ ഭാര്യയെ വഴക്ക് പറഞ്ഞ് ആ ഹെൽത്ത് കാർഡ് മാറ്റിവെച്ചു. ഈ ഹെൽത്ത് കാർഡ് കിട്ടുമ്പോൾ ഒരു നല്ല രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ സന്തോഷം ചെയ്യേണ്ടിയിരുന്നത് ഈ ഹെൽത്ത് കാർഡുമായിട്ട് അംഗൻവാടിയിൽ സമീപിക്കാന്നുള്ളതാണ്. ആ നിമിഷം മുതൽ ഇതിന്റെ നടപടികൾ ആരംഭിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ അതിന് പകരം അവരോട് നിസ്സഹരിച്ച് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും മനസ്സ് കിടക്കുന്നത് കൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നിങ്ങളെ സമീപിക്കുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ട് മനസ്സിൽ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇതിനെ നമ്മൾ അങ്ങനെ പറയരുത്. നമുക്ക് വേണ്ട, ഞങ്ങളെ സഹായിക്കാൻ കഴിവില്ലാത്ത ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷം, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, വേണമല്ലോ. ഞങ്ങളുടെ മാനസിക വൈകല്യം മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര IQ ഉണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് അവരെ ബോർഡർ ലൈൻ ആണോ, അവർക്ക് എഡ്യൂക്കബിൾ ആണോ എന്നുള്ള തരംതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിയമങ്ങളല്ലേ? ആരുടെ നിയമം? അങ്ങനെ ഒരു കുട്ടിയെ വളരെ സമൂഹത്തിൽ ജീവിക്കുന്ന എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ വഷളാക്കിയിട്ട് നമ്മൾ ഒരു നേരം പോലും ഒരു കാര്യങ്ങൾ ചെയ്യാതെ പിന്നെ നമ്മളെ കാര്യത്തിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ സാധനം കൂടെ നമ്മളെ ചെയ്തത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു, ചില വ്യക്തികൾ ചേർന്ന് ചെയ്തതുമാണ്. സന്തോഷം ഇവിടെ ഇരിക്കുന്ന ഒരു നിയമത്തിന്റെ പ്രാബല്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നതൊക്കെ നിയമം എഴുതി കൊടുത്തിരിക്കണ എന്താ? ഇത്രയും സുതാര്യമായി ഇത്രയും നന്നായി പറയുന്ന ഒരു വേദി വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നിങ്ങളിവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. ഈ വേദി ഒരുക്കിയിരിക്കുന്നത് സർക്കാരാണ്. ഇത് ഈ പറയുന്ന നിയമത്തിന്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് നിങ്ങൾ ഉയരത്തിലും സമൂഹവും സൊസൈറ്റിയും നിയമവും എല്ലാം താഴെയാണ്. ഞാൻ മൊത്തത്തിൽ നിയമത്തല്ല പറഞ്ഞത്. അങ്ങനെ പറയരുത് സന്തോഷേ. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ ഭാഗമാകണം. അതെ,
സമൂഹത്തിൽ എന്താന്ന് പറഞ്ഞാല് സമൂഹത്തില് നിങ്ങള് ഒരു വ്യക്തിയുടെ കാര്യം എടുത്തിട്ട് എല്ലാ സമൂഹത്തിലും എന്നോട് ഈ അഡ്വക്കേറ്റ് ആക്ഷേപിക്കരുത്. മൊയ്തീനെ ഞാൻ ഇപ്പൊ പോയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കണ്ടിരുന്നു. അപ്പൊ PC മൊയ്തീൻ സാർ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തില് രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾക്കാണ് ആനുകൂല്യങ്ങൾ കിട്ടുക. അതൊക്കെ അത് ഒരു പരിധി വരെ പറയട്ടെ, പരിധി ശരിയാണ്. അതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അഫക്റ്റഡ് ആയ ഒരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് സന്തോഷിന്റെ മനസ്സ് ഒരുപാട് വ്രണപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ജീവിതം പടുത്തുയർത്തേണ്ട ആ പ്രായത്തില് അതാണ് ഒരു ആ വികാരം മനസ്സിലാക്കണ്ടേ, അതാണ് അത്ര ഞാൻ പറഞ്ഞോളൂ. ഞാനിപ്പോ ഇവരൊന്നും കുറ്റപ്പെടുത്താനോ ഇവരെ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇവരൊക്കെ നേരാക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. സന്തോഷം, ഞങ്ങൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു പാവമാണ്, ഞാനൊരു ഓർഡിനറി മാനാണ് എന്നുള്ള ആ ധാരണയാണ് തെറ്റ്. നിങ്ങളൊരു പാവമാണോ? ആരും ആരേക്കാളും വലുതുമല്ല, ആരും ആരേക്കാളും ചെറുതുമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ ഭൂമിയിൽ പുൽക്കൊടി പോലും ദൈവം അറിയാതെ ഉണ്ടാകുന്നില്ല. ആ എല്ലാവർക്കും തുല്യ നീതിയും ജീവിതവും ഇവിടെ ഉറപ്പാക്കേണ്ടത് സംരക്ഷണം ചെയ്യാൻ സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്വമാണ്. ശരിയാണ്. എന്ന് വെച്ച് സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ഒരു സമയം സംഭവിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ അവിടെ പോയിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞേ, ദൈവികമായ കാര്യങ്ങൾ അല്ലേ? അതിലെന്താ ഭഗവത്ഗീതയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കണമല്ലോ. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മനസ്സിനെ ഉയർത്താനും താഴ്ത്താനും അധികാരം അവനവന് തന്നെയാണ്. വേറെ അവിടെ ആരും വരില്ല. ആരും വരില്ല. ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളും പ്രഭാഷണങ്ങളും നമ്മളെ ഉത്തേജിപ്പിക്കാനുള്ളതാണ്. ജീവിക്കാനുള്ള കാര്യം 10 വർഷം കൊണ്ട് ഒരു ട്രാജഡിയിൽ കല്യാണം കഴിച്ച ഒരു വ്യക്തി 10 വർഷം കൊണ്ട് പഞ്ചായത്തിന് ഒരു ആനുകൂല്യം 10 വർഷമായിട്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു ഫാമിലി. നമുക്ക് വീട് കിട്ടണം, സ്ഥലം കിട്ടണം, വീട് വേണം, മറ്റുള്ളവരെ ദ്രോഹിക്കണം നമുക്ക് ഉദ്ദേശമില്ലല്ലോ. ഇല്ല. അച്ഛൻ അംഗീകരിക്കുന്നില്ല, വീട്ടുകാര് കേറ്റുന്നില്ല, അവർ സപ്പോർട്ട് തരുന്നില്ല, പക്ഷെ അവരോട് വിരോധമില്ല. ഈ സമൂഹത്തിനോട് എന്താ ഇത്ര വിരോധം? നിങ്ങൾ ചെയ്ത അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നില്ല. വലിയ ദ്രോഹമല്ല. ഈ മറ്റുള്ളവര് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടില്ലായിരുന്നു അച്ഛൻ വീട്ടിൽ കയറ്റിയിരുന്നെങ്കിൽ, പ്രൊട്ടക്ഷൻ തന്നിരുന്നെങ്കിൽ, അച്ഛനും അമ്മയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പ്രശ്നമില്ല. ഇന്നും അച്ഛനും അമ്മയും പുറത്ത് നിർത്തുന്ന ഒരാൾക്ക് നേരെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത്. അതെ, അപ്പൊ ഞാൻ ചെയ്ത തെറ്റെന്താ? എന്തുകൊണ്ട് അപ്പൊ എന്റെ അച്ഛന്റെ എന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? ഇവളെ കല്യാണം കഴിച്ചത്. സമൂഹത്തിന് മുന്നിൽ എന്താ? ഇവളെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിക്കാണ്. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കില്ല. സമൂഹം എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, എന്റെ കുടുംബം എനിക്ക് വേണ്ട, ആരും എനിക്ക് വേണ്ട. ഡൈവോഴ്സ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നിയമത്തിന് സംരക്ഷണം വേണ്ടേ? വെറുതെ നിങ്ങൾക്ക് ഡൈവോഴ്സ് കിട്ടുമോ? നിങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും കംപ്ലൈ ചെയ്യാൻ മാത്രമേ ഡൈവോഴ്സ് കിട്ടുള്ളൂ. അത് കോടതി തീരുമാനിക്കണം തരണോ വേണ്ടോ എന്നുള്ളത്. കൊടുത്തോണ്ട് കിട്ടണമെന്നില്ല. വേണ്ട. വെറുതെ സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞ് 10 വർഷം കൂടെ താമസിച്ച പറഞ്ഞാല് അവളെ എന്താ ഉദ്ദേശം? അവളെ ഞാൻ കല്യാണം കഴിച്ച രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്തു വേണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഹിന്ദു അല്ലേ, ഹിന്ദുക്കളല്ലേ? നിയമപ്രകാരം അമ്പലത്തിന് മുമ്പ് താലി കെട്ടിയില്ലേ? ഒരു രജിസ്ട്രേഷനും വേണ്ട. അത് വാലിഡ് ആയ മാരേജ് തന്നെയാണ്. നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞും ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ അംഗനവാടി പോയി നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു. അതിന് ശേഷം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലെങ്കിലും ക്ലിയർ ആയോ? ആ പ്രദേശങ്ങളിലുള്ളതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇപ്പൊ നടന്നതൊക്കെ. എന്നാലും ഒരു കുഞ്ഞൊക്കെ ആയി, കുടുംബമൊക്കെ ആയെന്ന് പറയുമ്പോ പഞ്ചായത്തിലും ഒക്കെ തന്നെ. പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പരമാവധി ഉണ്ടായിട്ടുള്ളത്. സമൂഹത്തുനിന്ന് നമുക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത ഇവർക്ക് എന്താണ്, ഈ ആൾക്കാർക്ക് എന്താണ് ഇത്ര കൗതുകം? ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കുരുക്കിപ്പെട്ടു, അവര് ഒന്നിച്ച് നല്ലൊരു ജീവിതം തുടങ്ങി. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. എല്ലാവരും വിളിച്ചിട്ട് നമ്മളൊന്ന് അഭിനന്ദിക്കുക, അല്ലെങ്കിൽ പിന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യാതിരിക്കുക. അത്ര നമ്മൾ അവരൊന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിൽ അപ്പുറത്തേക്ക് നമ്മൾക്കൊന്നും വേണ്ട. അതൊന്നല്ല ഉണ്ടായ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങൾ പോലുള്ള കാര്യങ്ങളാണ്, സംഭവങ്ങളാണ്. ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലും നമുക്ക് നമ്മുടെ ഒരു മുതലാളി ഒന്നല്ലല്ലോ, ജോലിക്ക് പോണ്ടേ, ഒരു നിത്യം ജോലി ചെയ്തിട്ട് കിട്ടുന്ന ചെറിയ വേതനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിന്ന് ഈ എല്ലാ കാര്യവും പട്ടിണി കിടക്കണമെങ്കിലും വാടക കൊടുക്കണം, ക്വാർട്ടേഴ്സിലല്ലേ താമസിക്കുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും വൈഫിന്റെ കാര്യങ്ങളും ഒക്കെ എല്ലാം നോക്കണല്ലോ. അതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യത്തിലാണ് ഇപ്പോ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതിപ്പോ ചിലര് ഈ
പരദൂഷണം പറയാനും അന്യന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള മനുഷ്യർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്നല്ലാതെ പിന്നെ സാധാരണക്കാരെ നമുക്ക് വിടാം. ഈ നിയമത്തിലിരിക്കുന്ന ആളുകളും അതുപോലെ ഈ നിയമത്തിന്റെ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെയാണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഈ 10 വർഷമായിട്ട് നമുക്ക് ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു കക്ഷിക്ക് ഒരു പിന്നെ പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാനുള്ള ഒരു സാഹചര്യമോ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടു വരുമൊന്നുമില്ല. നമ്മൾ അപേക്ഷിച്ചിട്ട് അതിന്റെ എല്ലാ വിവരാവകാശ രേഖ വഴി ഞാൻ ആ പേപ്പറുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുത്തു? ഒരു അർഹതയില്ലാത്ത ആളുകൾക്കാണ് കൊടുത്തുള്ളത്. അപ്പൊ നമുക്ക് മനഃപൂർവ്വം തരാതിരുന്നതാണ്. തരാതിരിക്കാനുള്ള കാരണം പിന്നെ സന്തോഷിന്റെ വീട്ടുകാരും ഇവരൊക്കെ എന്തായാലും അധ്വാനിക്കുന്നവരാണ്, അവർക്ക് പൈസയുണ്ട്, അപ്പൊ അത് കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അവര് പറയുന്നത് അവനും അവന്റെ അച്ഛനും കൂടെയുള്ള സൗന്ദര്യ പണക്കാണ്. അതിലിപ്പോ നമ്മൾ കൊടുക്കേണ്ട അതൊന്നും നമ്മുടെ എന്തില് വരുന്നില്ല, അവരുടെ ലിസ്റ്റിൽ വരുന്നില്ല. ഇല്ല, ആകെ 10, 20, 19, 20 സെന്റ് സ്ഥലം അച്ഛന്റെ പേരില്, അത്രേ ഉള്ളു. അതിന് ഞങ്ങൾ 3 മക്കളും ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയും. അച്ഛനൊക്കെ ഇപ്പോഴും ജോലിക്ക് പോകുന്ന ആളാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോ അച്ഛനും മകനും തമ്മിലുള്ള സൗന്ദര്യ പണക്കത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിപ്പോ പഞ്ചായത്തിന് നോക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ മാനസികമായിട്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവര് നിങ്ങളുമായിട്ട് നിങ്ങൾ വന്നോട്ടെ പൊക്കോട്ടെ, ഇവര് വേറെ താമസിച്ചോട്ടെ, അത്ര ഒരു ആറ്റിറ്റ്യൂഡേ അവർക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് വസ്തു ഉണ്ട്, മോൻ അവകാശപ്പെട്ട അതിനകത്ത് എന്തെങ്കിലും 2-3 സെന്റ് അയാൾക്ക് കൊടുത്തുകൂടെ, അതിനകത്ത് ഒരു വീട് വെച്ചൂടെ എന്നൊക്കെ അവർക്ക് തോന്നിക്കാണാം ചിലപ്പോ, അല്ലേ? അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലല്ലോ. എന്റെ അടുത്ത് എന്റെ ബന്ധപ്പെട്ട നാട്ടിലെ കുറെ ബന്ധപ്പെട്ട ആളുകള് നിനക്ക് നിന്റെ അച്ഛന്റെ സ്വത്തിൽ നിനക്ക് വീട് വെക്കാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീടും സൗകര്യത്തെക്കാൾ കൂടുതൽ എന്റെ ഭാര്യയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലപ്പുറത്തേക്ക് നമുക്ക് വീടും സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ എല്ലാവരും വാടകക്കാരാണ്. പിന്നെ ഗവൺമെന്റിന്റെ നമ്പർ ഇട്ട ഭൂമിയിൽ നമ്മള് നികുതി കൊടുത്തിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ വാടകക്കാരാണ്. അതിൽ അങ്ങനെ ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് ആവശ്യം എന്റെ ഭാര്യയും മക്കളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ ആളുകൾ അതിന്റെ പേരിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതോ അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ പോകുന്നതൊന്നുമല്ല. അപ്പൊ അച്ഛന്റെ നിലപാട് ശരിയാണെന്ന് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. കാരണം ഒന്നുമില്ലാത്തൊരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല നമ്മളെ കുടുംബത്തിന്റെ മൊത്തം മാനം കെടുത്തിയ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ അച്ഛന്റെ നിലപാടാണ്, അത് ശരിയാണ്. ആ പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിനൊന്നും മാനം കെടുത്തിയില്ലല്ലോ. പെൺകുട്ടിയുടെ പേരിലാണല്ലോ ഉണ്ടാക്കിയത്. അതെ, അങ്ങനെ ഉണ്ടാക്കിയത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾ കാരണമാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് പറയാമല്ലോ. അങ്ങനെ ഉണ്ടാവുക, നിങ്ങളോട് വന്ന് കണ്ട് സംസാരിച്ചതിൽ നിന്നാണ് ആ കുട്ടിയുടെ പേര് പുറത്തു വരാൻ തുടങ്ങിയത്. സന്തോഷം എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഒരു രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് അറിവില്ലാത്ത ഒരു പെൺകുട്ടി ഒരു ഇറങ്ങിപ്പുറപ്പെട്ടതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളാണ്. അത് തിരിച്ച് ആ കുട്ടിക്കും പറയാം. അല്ല, അതുകൊണ്ട് അതൊന്നും നാട്ടുകാർ അറിഞ്ഞില്ലല്ലോ, നിങ്ങളുടെ രീതിയിൽ അങ്ങ് പോവുമല്ലേ. ആ കുട്ടി അനുഭവിച്ച വേദനകള്, യാതനകള് എന്താണ് എന്റെ അടുത്ത് പറയാൻ കാരണങ്ങൾ എന്നുള്ളത് ആ കുട്ടി അല്ല, അത് തെറ്റല്ല. അതൊന്നും തെറ്റ. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അത് അവര് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അവര് സംസാരിച്ചിട്ടില്ല. സന്തോഷ് മാത്രമേ സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോ സന്തോഷ് പറഞ്ഞത് ഈ ഒരു പെൺകുട്ടിയാണല്ലോ മാനക്കേടായതെന്ന് പറഞ്ഞപ്പോ അവളൊന്നും ചെയ്തില്ലല്ലോ. എന്റെ നിലപാടല്ല, നിങ്ങളുടെ അച്ഛന്റെ നിലപാടായാലും പറയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അതാ എന്ന് കരുതി കേസിൽ നിങ്ങൾ പെട്ടുപോയതിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഭാര്യയെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അച്ഛൻ ഇവളെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് അച്ഛന് കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതാണ് സത്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ഭാര്യയുടെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ സഹായത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം എന്റെ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. പക്ഷെ അച്ഛനത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അച്ഛൻ രക്ഷിതാവാണ്. അച്ഛന് മകനെ പറ്റി വളരെ ഡ്രീംസ് ഉണ്ടായിരുന്നു. അതെല്ലാം തകിടം പറഞ്ഞു. എന്തുകൊണ്ട്? അതൊരു നല്ല പേരിലല്ല, ഒരു മോശ പേരില്. ഒരാളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന കാര്യം അല്ല ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഈ കുട്ടി നമ്മളെ കൂടെ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് എന്ത് വില കൊടുത്ത ഒരു ജന്മം, ഒരു ജീവിതം, ഒരു ജീവൻ ഇത് കൊടുത്ത്. ഞാൻ വേറൊരാളാണ്. ഞാൻ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പണിക്കാരനല്ല ഇന്ന്. ആ ഒരു സംഭവത്തോടു കൂടിയിട്ട് ആ ജോലിയും എല്ലാം സ്റ്റോപ്പായി. ഞാൻ വേറൊരു ഷോപ്പിൽ, ഒരു മൊബൈൽ ഷോപ്പിൽ ജീവനക്കാരനാണ് ഇന്ന് 6, 7, 8 വർഷമായിട്ട്.
ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് കുറച്ച് വർക്കുകൾ, അതായത് സൈറ്റിൽ പോവാതെ വീട്ടിലിരുന്നു കൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ട് അവിടുത്തെ ആ ബിംബങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് കുറേ വർക്ക് ചെയ്തു. കാരണം എനിക്ക് ഈ ജോലി മാത്രമേ അറിയുള്ളൂ. അത് ചെയ്തു. അതിൻ്റെ ശേഷം അതും എന്തായി, സ്റ്റോപ്പ് ആവാൻ തുടങ്ങി. കാരണം അതൊന്നും നമുക്കൊരു നല്ലൊരു വരുമാനം കിട്ടിയിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ നമ്മളെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു വഴിയെ ഇനി മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു. അപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഒരു ജീവനക്കാരനായിട്ട് കയറി. അവിടുന്ന് ചെറിയൊരു ശമ്പളം കിട്ടി. അത് നമുക്ക് ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വേറെ ചിലവുകളൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇവർക്ക് നമ്മളെ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഈ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയ പനിയോ തലവേദനയോ പിന്നെ അവളുടെ ഡെലിവറി, ഇതൊന്നും അസുഖമല്ലല്ലോ. അതല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും ദൈവം നമുക്ക് വരും.